ഹൈന്ദവ പുരാണങ്ങളിലെ കാലഗണനയനുസരിച്ച് 4 യുഗങ്ങളിൽ ത്രേതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അവസാനത്തെയും ഏറ്റവും അധപതിച്ച കാലഘട്ടമാണ് കലിയുഗം. ധർമ്മം അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലായിരിക്കുമെന്നും അസത്യവും അത്യാഗ്രഹവും അധർമ്മവും ഈ യുഗത്തിൽ വർദ്ധിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹൈന്ദവ കാലഗണനയനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭൂമിയിലെ അവതാരം അവസാനിച്ചതിനെ തുടർന്നാണ് കലിയുഗം ആരംഭിച്ചത്. ഇത് BC 3102 എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ യുഗത്തിൻ്റെ ദൈർഘ്യം ആകെ 4,32,000 മനുഷ്യവർഷങ്ങളാണ്. ആയുസ് ഇതിൽ 5000-ലധികം വർഷങ്ങൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞു. കലിയുഗത്തിൽ ധർമ്മത്തിൻ്റെ തളർച്ച. ധർമ്മത്തെ 4 കാലുകളുള്ള ഒരു കാളയായി ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ വിശേഷിക്കാറുണ്ട്. കലിയുഗത്തിൽ ധർമ്മത്തിൻ്റെ ഒരു കാൽ, സത്യം, മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് സങ്കല്പം. കലിയുഗത്തിൻ്റെ അവസാനം. കലിയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ തിന്മയും അധർമ്മത്തെയും നശിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി മഹാവിഷ്ണു കൽക്കി എന്ന പേരിൽ അവതരിക്കുമെന്നാണ് വിശ്വാസം. ഇതിനുശേഷം വീണ്ടും പുതിയൊരു സുവർണയുഗത്തിന്, അതായത് ത്രേതായുഗം, തുടക്കം കുറിക്കുമെന്നും കരുതപ്പെടുന്നു.